സിമ്പിൾ ആൻഡ് സ്മാർട്ട് എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അത് കഴിഞ്ഞ ഡേയിൽ നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റ് എന്താണെന്ന്. അപ്പോൾ ആ കോൺട്രാക്റ്റിന് വേണ്ട ചില എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് പോയിൻ്റ് വൈസ് ആയിട്ടാണത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വാലിഡ് കോൺട്രാക്റ്റ് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് എന്താണെന്നാണ് പറഞ്ഞത്? ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ, അല്ലേ? ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ആ എഗ്രിമെൻറ്റിന് ലോയുടെ എൻഫോഴ്സിബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിലാണ് അത് എന്തായിട്ട് മാറുന്നത്? ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് തന്നെയാണ്. എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എഗ്രിമെൻറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ടു എ കോൺട്രാക്റ്റ്. അടുത്ത എന്താണ് പറയുന്നത്? വെൻ വൺ പേഴ്സൺ മേക്ക് എ വാലിഡ് പ്രൊപ്പോസൽ ആൻഡ് അതർ പേഴ്സൺ അക്സെപ്റ്റ് ഇറ്റ്, വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ്, അല്ലേ? ഇന്നലെ നമ്മൾ പറഞ്ഞാണ് എഗ്രിമെൻ്റ് എന്താണെന്ന്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തി ഒരു പ്രപ്പോസൽ, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു പ്രപ്പോസൽ നടത്തി, ആ പ്രപ്പോസൽ അതർ പാർട്ടി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? അതൊരു എഗ്രിമെൻ്റ്, അല്ലേ? എഗ്രിമെൻ്റ് ആയിട്ടത് മാറുന്നത്. അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു കോൺട്രാക്റ്റിലുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് എസെൻഷ്യൽ എലമെൻറ്റ് എഗ്രിമെൻ്റ് ആണ്. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ടും പോയിൻറ്റുകൾ നല്ല വൃത്തിക്ക് പഠിച്ചെഴുതുക. ഇതിനുള്ളിലുള്ളത് എന്നാന്ന് മനസ്സിലാക്കി ഓൺവേർഡ്സിൽ എഴുതുക. പിന്നെ ലോ ആണ്. ലോയിൽ ചിലതൊന്നും നമുക്ക് ചില ഡെഫിനിഷൻസുകൾ, സെക്ഷനുകൾ ഒന്നും അങ്ങനെ എഴുതാൻ പറ്റില്ല. അതൊക്കെ കൃത്യമായിട്ട് ടെസ്റ്റിലെ സെൻറ്റൻസുകൾ തന്നെ പഠിച്ചിട്ട് എഴുതിയേ പറ്റത്തുള്ളൂ. എങ്കിലേ ലോയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സെക്കൻഡ് എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഏതാണ്? കൺസെൻസസ് അറ്റ് ഇഡ്. അതാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആ ഒരു പോയിൻ്റ് പഠിച്ച് ഈ വാക്ക് കാണുമ്പോൾ തന്നെ ആ വാലുവേഷനിൽ അവർക്കത് ഇത് പെട്ടെന്ന് മാർക്ക് ഇടാനായിട്ട് തോന്നും. അപ്പം ആ വാക്കുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കൺസെൻസസ് അറ്റ് ഇഡമാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. എന്നാന്ന് നോക്കാം. The Latin expression consensus at id means identity of minds between the parties. Both the parties to an agreement must agree about the subject matter of the agreement in the same sense and at the same time. അപ്പോൾ എന്താണ് കൺസെൻസസ് ആയിട്ട് ഇടം പറയുന്നത്? പാർട്ടീസ്, ഇപ്പം എയും ബിയും എന്ന് പറയുന്ന രണ്ട് പാർട്ടീസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് പാർട്ടീസും ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ രണ്ട് പാർട്ടീസ്, ഇപ്പോൾ ഒരു പാർട്ടി പറയുന്നത് തന്നെ മറ്റേ പാർട്ടി അത് കേൾക്കുന്നതും അവരുടെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഒരേ രീതിയിലായിരിക്കണം. എ എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഓഫർ നടത്തുന്നതെങ്കിൽ ആ ഓഫർ എന്ന് പറയുന്നത് ആ എ എന്ന് പറയുന്ന പാർട്ടി പറയുന്ന ആ ഒരു ഓഫർ ആ ഒരു സെയിം സെൻസിൽ തന്നെയും അത് പറയുന്ന ആ ഒരു സെയിം സെൻസിൽ തന്നെ ആയിരിക്കണം ബി എന്ന് പറയുന്ന പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം പാർട്ടീസിനിടയിൽ എന്താണ്? ആ മൈൻഡിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. അപ്പം സെയിം ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് എഗ്രിമെൻറ്റിലുണ്ടായിരിക്കുന്ന സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് സെയിം സെൻസിലും സെയിം ടൈമിലും എടുക്കാനായിട്ട് രണ്ട് പാർട്ടീസിനും സാധിക്കണം എന്നുള്ളതാണ് കൺസെൻസസ് അറ്റ് ഇഡം എന്ന പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, എ ഹാസ് 2 cars, one new and the other an old one. B, who accepts to purchase the car, is aware of only the new car, whereas A is intending to sell the old car. Since there is no meeting of minds between the parties, there is no consensus and therefore there is no agreement. എന്താണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തുണ്ട്? 2 കാറുകളുണ്ട്, ഒരു പുതിയതും ഒരു പഴയതും ഉണ്ട്. ബി, ഹു ആക്സെപ്റ്റ് ടു പർച്ചേസ് എ കാർ. ബി എന്താണ്? കാർ പർച്ചേസ് ചെയ്യാമെന്ന് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ബിക്ക്
പുതിയ കാറിനെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ, പഴയ കാറിനെക്കുറിച്ച് ബിക്ക് അറിയത്തില്ല അല്ലേ. പുതിയ കാറിനെക്കുറിച്ച് മാത്രമേ ബിക്ക് അറിയത്തുള്ളൂ. വേറസ് എ ഈസ് ഇൻറ്റൻഡിങ് ടു സെൽ ദ ഓൾഡ് കാർ. ബിക്ക് ഈ ഒരു പുതിയ കാറിനെ കുറിച്ച് മാത്രമേ അവയർനെസ് ഉള്ളൂ. പക്ഷേ എ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഏത് കാറാണ്? എയുടെ പഴയ കാറാണ് സെല്ല് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചിരുന്നത്. സിൻസ് ദർ ഈസ് നോ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ ദ പാർട്ടീസ്, ദർ ഈസ് നോ കൺസെൻസസ് ആൻഡ് ദർഫോർ ദർ ഈസ് നോ എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ കേസിൽ എന്താണ്? പാർട്ടീസിനിടയിൽ എന്തെങ്കിലും ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടോ? ഇല്ല. രണ്ടുപേരും ഒരു ഓഫർ നടത്തിയ ആളും അത് അക്സെപ്റ്റ് ചെയ്ത ആളും രണ്ടും രണ്ട് രീതിയിലാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. രണ്ടുപേരും ഒരേ മൈൻഡിലല്ല അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കേസിൽ എന്താണ്? കൺസെൻസസ് ഇല്ല. അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരുന്നോ? അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു എഗ്രിമെൻ്റ് ആണോ? അല്ല. കൺസെൻസസ് എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെൻറ്റിലെ സബ്ജക്റ്റ് മാറ്റർ സെയിം സെൻസിലും സെയിം ടൈമിലും പറയുമ്പോൾ തന്നെ അത് ആ ഒരു സെയിം സെൻസിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ എന്താണ്? കൺസെൻസസ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒരു എഗ്രിമെൻ്റ് അല്ല. അപ്പോൾ അത് വാലിഡ് ആണോ? അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ ആണ്. ലോഫുൾ കൺസിഡറേഷൻ എന്താണെന്ന് നോക്കാം. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. Consideration has been defined as the price paid by one party for the promise of the other. An agreement is legally enforceable only if one party gives something in return for the other person's promise. An agreement without consideration is void from the very beginning. Another condition is that the consideration should be lawful. അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിൻ്റെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, പാർട്ടീസ് തമ്മിലുള്ള ഒരു ഇതിൽ ഏർപ്പെടുന്നു, ഒരു പ്രപ്പോസൽ നടത്തുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അതുവഴി എന്താണ്? കൺസിഡറേഷൻ കൂടി ഫോം ചെയ്യുന്നുണ്ടെങ്കിലാണ് അതൊരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിഡറേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സംതിങ് ഇൻ റിട്ടേൺ, നമുക്ക് എന്തോ ഇത് കിട്ടുന്നു, റിട്ടേൺ ആയിട്ട് തിരിച്ച് കിട്ടുന്നു. സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ളതാണ് കൺസിഡറേഷൻ്റെ മീനിങ്. അപ്പോൾ കൺസിഡറേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ പ്രൈസ് പെയ്ഡ് ബൈ വൺ പാർട്ടി ഫോർ ദ പ്രോമിസ് ഓഫ് ദ അതർ. അപ്പോൾ ഒരു വ്യക്തി ആ ഒരു പ്രോമിസ് വഴി അതിന് മറ്റൊരു പാർട്ടി വഴി കിട്ടുന്നത്, അല്ലെങ്കിൽ കൺസിഡറേഷൻ ചിലപ്പോൾ പ്രൈസാണ്. അപ്പോൾ ആ പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ ആണ് കൺസിഡറേഷൻ. ആൻ എഗ്രിമെൻറ്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ ഓൺലി ഇഫ് വൺ പാർട്ടി ഗീവ് സംതിങ് ഇൻ റിട്ടേൺ ഫോർ ദ അതർ പേഴ്സൺ. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു എഗ്രിമെൻറ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആവുന്ന എപ്പോഴാണ്? സംതിങ് ഇൻ റിട്ടേൺ കൂടി ഒരു പ്രോമിസ് നടന്നു, ആ ഒരു പ്രോമിസിന് കൺസിഡറേഷൻ ആയിട്ട് അല്ലെങ്കിൽ സംതിങ് ഇൻ റിട്ടേൺ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ മാത്രമേ ആ ഒരു എഗ്രിമെൻറ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആകത്തുള്ളൂ. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് തുടക്കത്തിലെ തന്നെ എന്താണ്? വോയിഡ് ആണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അത് വാലിഡ് അല്ല അല്ലേ. നേരെ ഓപ്പോസിറ്റാണ് വോയിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ നമ്മളൊരു എഗ്രിമെൻറ്റ് ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു അവിടെ കൺസിഡറേഷൻ ഫോം ചെയ്യണം. അപ്പോൾ കൺസിഡറേഷൻ ഫോം ചെയ്യുന്നില്ലാത്ത ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അത് തുടക്കത്തിലെ തന്നെ എന്താണ്? വോയിഡ് ആണ്. അനദർ കണ്ടീഷൻ ഈസ് ദാറ്റ് കൺസിഡറേഷൻ ഷുഡ് ബി ലോഫുൾ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ലോഫുൾ ആയിട്ടുള്ളത് ആയിരിക്കണം. ഇപ്പോൾ ലോയുടെ എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ അത് വോയിഡ് എഗ്രിമെൻറ്റും, ഇല്ലാത്തൊരു കോൺട്രാക്റ്റ് ആണ് വോയിഡ് കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എഗ്രിമെൻറ്റിൽ കൺസിഡറേഷൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കിനും തുടക്കത്തിൽ തന്നെ അത് വോയിഡാന്ന് പറയുമ്പോൾ അതിന് എന്താണ്? ലോയുടെ എൻഫോഴ്സിബിലിറ്റി ഇല്ല എന്നുള്ള മീനിങ് ആണ് അവിടെ ഉള്ളത്. അടുത്ത പോയിന്റ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. The parties to an agreement must be competent to contract. The contracting parties must be of the age of majority and of sound mind and must not be disqualified by any law to which they are subject. Generally, if any of the parties are minors or suffering from lunacy, idiocy or drunkenness, then the agreement will be void. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ ആ ഒരു പേഴ്സണ് കുറച്ച് ലീഗലായിട്ടുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന ഈസ് ദ ഏജ് ഓഫ് മജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീ ഈസ് സബ്ജക്റ്റ് അല്ലേ. മേജറായിട്ടുള്ള ഒരാളായിരിക്കണം, മൈനർ ആവാനായിട്ട് പാടില്ല. അപ്പോൾ മൈനറെ സംബന്ധിച്ച് എന്താണ്? അയാൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പോൾ മൈനറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുടക്കത്തിലെ തന്നെ എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും കേട്ടോ.
രണ്ടാമത്തെ പോയിന്റ് ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ലുണറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇഡിയേറ്റ് ഒരു ഡ്രങ്കൺ പേഴ്സണോ ഒന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റത്തില്ല. അതായത് ലുൻസി മീൻസ് അറിയാലോ, ഭ്രാന്തുള്ളത് അല്ലെങ്കിൽ ഡ്രങ്കൺ, ഒത്തിരി ഇങ്ങനെ ഡ്രങ്ക് ചെയ്ത് അഡിക്റ്റഡ് ആയിട്ടുള്ള ബോധമില്ലാത്ത സമയത്ത് ചെന്നൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അതൊരിക്കലും എന്തല്ല, വാലിഡ് അല്ല, അത് വോയിഡാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളൊന്നും ആയിരിക്കാൻ പാടില്ല. അതാണ് ഈസ് ഓഫ് സൗണ്ട് മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റ്. വേറെ ഏതെങ്കിലും ഒരു ലോയുടെ ഇതുവഴി നേരത്തെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാൻ പാടില്ല കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പം കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് മേജർ ആയിരിക്കണം, പിന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. സൗണ്ട് മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലുണസി, ഇഡിയസി, ഡ്രങ്ക്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ള ആളാവാൻ പാടില്ല. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു ലോ വഴി ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പാർട്ടിയും ആവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് തുടക്കത്തിലെ തന്നെ എന്താണ്, വോയിഡാണ് എന്നാണ് പറയുന്നത്. അപ്പം മേജർ ആയിരിക്കണം, വേറെ ഏതെങ്കിലും ലോ വഴി ഡിസ്ക്വാളിഫൈഡ് ആകാൻ പാടില്ല, സൗണ്ട് മൈൻഡ് ഉള്ള വ്യക്തികളായിരിക്കണം, എങ്കിൽ മാത്രമേ അവർക്കൊരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ലീഗലായിട്ടുള്ള എബിലിറ്റി ഉള്ള വ്യക്തിയാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീ കൺസെൻ്റ് ആണ്. ഫ്രീ കൺസെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് ഗീവ് ദെയർ കൺസെൻറ്റ് വിത്ത് എ ഫ്രീ മൈൻഡ്. കൺസെൻറ്റ് ക്യാൻ ബി സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ coercion, undue influence, misrepresentation, fraud, mistake. If the consent is not free, the agreement may become either void or voidable depending on the nature of the flaw in consent. Free consent എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് ഫ്രീ മൈൻഡോടു കൂടി ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുടെ സ്വന്തം സമ്മതത്തോടു കൂടി, അതായത് സ്വന്തം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതായിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസോടു കൂടി കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അയാളുടെ സ്വന്തം വീലായിരിക്കണം, ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. കൺസെൻ്റ് എപ്പോഴാണ് ഫ്രീ അല്ലാതാവുന്നത്, അതെന്തെങ്കിലും ഫ്രോഡ് വഴിയോ അല്ലെ മിസ്റ്റേക്ക് വഴിയോ, മിസ്റെപ്രസെൻറ്റേഷൻ വഴിയോ, കൊയേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബലപ്രയോഗം നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ചതിയിലൂടെയോ, മിസ്റെപ്രസെൻറ്റേഷൻ തെറ്റായ ഒരു രീതിയിൽ ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുക, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തി കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരിക്കലും കൺസെൻറ്റ് ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വന്തം താല്പര്യത്തോടു കൂടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, അത് ഫ്രീ കൺസെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പം ഈ പറഞ്ഞ കൺസെൻറ്റ് ഫ്രീ അല്ലെങ്കിൽ, കൺസെൻറ്റ് ഫ്രീ അല്ലെന്ന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കൊയേഷൻ വഴിയൊക്കെയാണ് കൺസെൻറ്റ് സമ്മതം നടത്തിയിട്ടുള്ളെങ്കിൽ അത് തുടക്കത്തിലെ തന്നെ വോയിഡ് അല്ലെ വോയിഡബിൾ ആണ്. ആ ഒരു എഗ്രിമെൻറ്റ് വോയിഡ് ആണ് അല്ലെ വോയിഡബിൾ ആണ്. അത് ആ ഒരു കൺസെൻറ്റിൻ്റെ ഫ്ലോയുടെ നേച്ചർ അനുസരിച്ചാണ് വോയിഡ് ആണോ വോയിഡബിൾ ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം, ഫ്രീ മൈൻഡോടു കൂടി ആയിരിക്കണം ഒരു എഗ്രിമെൻറ്റിൽ പാർട്ടീസ് എൻ്റർ ചെയ്യുന്നത്. അടുത്ത പോയിൻറ്റ് ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. The object of the agreement must be lawful. The object for which the agreement has been entered into must not be fraudulent, illegal, immoral, or opposed to public policy. If the object is unlawful, the agreement shall become void. അപ്പോൾ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ഒരു എഗ്രിമെൻറ്റിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോഫുൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്, എഗ്രിമെൻറ്റിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രോഡുലൻ്റ് ആവാൻ പാടില്ല, ഇല്ലീഗലാകാൻ പാടില്ല, ഇമ്മോറൽ ആവാൻ പാടില്ല, അല്ലെ പബ്ലിക് പോളിസിക്ക് ഒപ്പോസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാവാനായിട്ട് പാടില്ല. ആ പറഞ്ഞ രീതിയിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പം ഒബ്ജക്റ്റ് അൺലോഫുൾ ആണ്, ഫ്രോഡുലൻ്റ് ആണ്, അല്ലെ ഇമ്മോറൽ ആയിട്ടുള്ളതാണെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അപ്പം ഫ്രോഡുലൻ്റ്, ഇല്ലീഗൽ, ഇമ്മോറൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അടുത്ത ചാപ്റ്ററുകളൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള, ഇല്ലീഗൽ, ഇമ്മോറൽ അല്ലെ ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആയിട്ടുള്ള ഇതിൽ ഒരു എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആണ്. Not expressly declared void. The agreement must not have been expressly declared to be void under the Act. The Contract Act itself specifies certain types of agreements as void. For example, an agreement in restraint of marriage, an agreement in restraint of trade, and wagering agreements are expressly declared as void.
നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡിൽ എന്നാണ് പറയുന്നത്. ലോ വഴി തന്നെ അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ലീഗൽ എഗ്രിമെൻ്റ് ഒക്കെ ആ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ എക്സ്പ്രസ്ലി അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി തന്നെ എന്താണ് ലോ വഴി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതാണ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ്, എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്, അതുപോലെ വേഗറിങ് എഗ്രിമെൻറ്റുകൾ. വേഗറിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ബെറ്റിംഗ് എഗ്രിമെൻറ്റുകളൊക്കെ എക്സ്പ്രസ്ലി അത് വോയിഡാന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത പോയിൻ്റാണ് സർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇൻ ഓർഡർ ടു ഗീവ് റൈസ് ടു എ വാലിഡ് കോൺട്രാക്ട് ദ ടേംസ് ഓഫ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ബി വേഗ് ഓർ അൺസർട്ടൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഗ്രിമെൻറ്റ് വേഗമാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആവാനായിട്ട് പാടില്ല എന്നാണ്. എഗ്രിമെൻറ്റ് എപ്പോഴും എന്തായിരിക്കണം, സെർട്ടൻ ആയിരിക്കണം, അതിനൊരു കൃത്യത ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ എഗ്രിമെൻറ്റ് അനിശ്ചിതത്വം ഇല്ലാത്തത് അങ്ങനെയുള്ള ഇതാകാൻ പാടില്ല, ഇൻഡെഫിനിറ്റ് ആയിരിക്കാൻ പാടില്ല, അല്ലെ വേഗമായിട്ടുള്ളത് എഗ്രിമെൻ്റ് ആവാൻ പാടില്ല. അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെർട്ടൻ ആയിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ എഗ്രീസ് ടു സെൽ ടു ബി 100 tons ഓഫ് ഓയിൽ. ദർ ഈസ് നത്തിങ് സർട്ടൻ ഇൻ ഓർഡർ ടു ഷോ വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ വാസ് ഇൻറ്റൻറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ബിയുമായിട്ട് എഗ്രി ചെയ്യിക്കുകയാണ് എ ബിക്ക് 100 tons ഓഫ് ഓയിൽ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ ഒരു എഗ്രിമെൻറ്റ് സെർട്ടൻ ആണോ? അല്ല. കാരണം എന്താണ്, 100 tons ഓഫ് ഓയിൽ സെല്ല് ചെയ്യാമെന്ന് മാത്രമേ എ എഗ്രി ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവിടെ പറഞ്ഞിട്ടില്ല പല ടൈപ്പ് ഓയിലുകളുണ്ട്, അതിലേത് ടൈപ്പ് ഓയിലാണ് വേണ്ടത് എന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് അവിടെ സർട്ടനിറ്റി ഇല്ല. ദർ ഈസ് നത്തിങ് സർട്ടൻ ഇൻ ഓർഡർ ടു ഷോ വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ വാസ് ഇൻറ്റൻറ്റഡ് ഫോർ. ഏത് ടൈപ്പ് ഓയിൽ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ എന്താ നത്തിങ് സർട്ടൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു എഗ്രിമെൻറ്റ് സർട്ടൻ അല്ല, ഇൻഡെഫിനിറ്റ് ആണ്. ഈ 100 tons ഓഫ് ഓയിൽ മാത്രം സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പ്രത്യേകം സെർട്ടനായിട്ട് നമ്മളവിടെ പറയണം ഏത് ടൈപ്പ് ഓഫ് ഓയിൽ എന്നൊക്കെ പറയണമെങ്കിൽ മാത്രമേ ആ ഒരു എഗ്രിമെൻറ്റ് സെർട്ടൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തത് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കൊരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസുകൾ ചെയ്യാനായിട്ട് നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കണം അല്ലേ. ഒരു എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ആക്റ്റാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും എന്ത് ചെയ്യുന്ന കാര്യമല്ല, എൻഫോഴ്സ് ചെയ്യുന്ന കാര്യമല്ല. ദ ടേംസ് ഓഫ് ദ എഗ്രിമെൻറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് പെർഫോമൻസ്. നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കണം എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എഗ്രിമെൻറ്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ നോട്ട് ബി എൻഫോഴ്സ്. എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കത് എൻഫോഴ്സ് ചെയ്യാനേ പറ്റില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. എ എഗ്രീസ് വിത്ത് ബി ടു ഡിസ്കവർ ട്രഷർ ബൈ മാജിക്. ദ എഗ്രിമെൻറ്റ് കാനോട്ട് ബി എൻഫോഴ്സ് ആസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ബി പെർഫോംഡ്. അതായത് എ ബിയുമായിട്ട് എഗ്രി ചെയ്തിരിക്കുകയാണ് ട്രഷർ ബൈ മാജിക്, അത് കണ്ടെത്തുക എന്നുള്ളത്. അതായത് മാന്ത്രിക ഇതിലൂടെയുള്ള നിധി കണ്ടെത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ട്രഷർ ബൈ മാജിക് അത് ഡിസ്കവർ ചെയ്യുക എന്ന് പറയുന്നത് ആണ് എ ബിയുമായിട്ട് എഗ്രി ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുന്നതല്ല, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് അല്ലേ. അപ്പോൾ എഗ്രിമെൻറ്റ് കനോട്ട് ബി എൻഫോഴ്സ് ആസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ബി പെർഫോംഡ്. ഈ ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എൻഫോഴ്സ് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഇത് പെർഫോം ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതാണ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് പോയിന്റ്, ലീഗൽ ഫോർമാലിറ്റീസ്. ആൻ എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. സംടൈംസ് ആൻ എഗ്രിമെൻറ്റ് മേ ബി even implied from the conduct of the parties. However, there are certain special types of agreement which need to comply with some formalities. Certain types of agreement should be in writing and should be registered. Few types of agreements are valid only if sufficient stamps are affixed on the agreement. എന്ന ലീഗൽ ഫോർമാലിറ്റീസ് പറഞ്ഞിരിക്കുന്നത്. എഗ്രിമെൻറ്റ് ഓറലും ആകാം, റൈറ്റിങ്ങും ആകാം അല്ലേ, പറയുന്ന ഇതിലുള്ള ഒരു എഗ്രിമെൻറ്റും ആകാം, അല്ലെ എഴുതപ്പെട്ട ഒരു എഗ്രിമെൻറ്റും ആകാം. സംടൈംസ് ആൻ എഗ്രിമെൻറ്റ് മേ ബി ഈവൻ, അതായത് ചില സാഹചര്യങ്ങളിൽ എഗ്രിമെൻറ്റ്, അതായത് എന്താണ്, ഒരു പാർട്ടിയുടെ ആ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഇംപ്ലൈഡ് ആവുന്ന ചില എഗ്രിമെൻറ്റുകളുണ്ട്, അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് മാറും. അങ്ങനെ ചില സ്പെഷ്യൽ ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റിൽ ചില ഫോർമാലിറ്റീസ് കൂടി കംപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ സർട്ടൻ ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ് റൈറ്റിംഗ് ആണെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അതുപോലെ അത് രജിസ്റ്റേർഡ് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ചില ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റ് വാലിഡ് ആവുന്നത് എപ്പോൾ മാത്രമാണ്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാമ്പുകൾ കൂടി ആ എഗ്രിമെൻറ്റിൽ
അഫിക്സ് ചെയ്യുമ്പോൾ മാത്രമാണത് വാലിഡ് ആവുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് നോട്ട് വാലിഡ് എക്സെപ്റ്റ് ആസ് എ റിട്ടേൺ കോൺട്രാക്റ്റ് അല്ലേ. കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഒരു റിട്ടേൺ കോൺട്രാക്റ്റ് ആണ്, അത് റിട്ടേൺ ആയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ അത് വാലിഡ് അല്ല അല്ലേ. വെറുതെ വാക്കുകൊണ്ട് മാത്രം ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഗ്രിമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആയിട്ടോ മാറുന്നില്ല, അത് വാലിഡ് അല്ല. അപ്പോൾ അത് റിട്ടേൺ കോൺട്രാക്റ്റ് തന്നെയാണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത പോയിൻ്റാണ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. If the agreement entered into by two persons is only a social agreement or a domestic arrangement, then the agreement cannot be termed as a contract. Only if the parties had an intention to create a legal relationship, the agreement could be termed as a contract. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഗ്രിമെൻറ്റിൽ രണ്ട് വ്യക്തികൾ ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അതൊരു സോഷ്യൽ എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് അറേഞ്ച്മെൻറ്റോ ആണെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് നമുക്ക് കോൺട്രാക്റ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ പാർട്ടീസ് എന്താണ് അവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു കോൺട്രാക്റ്റ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A husband agreed to pay to his wife certain amount as maintenance every month while he was abroad. Husband failed to pay the promised amount. Wife sued him for the recovery of the amount. Here in this case, wife could not recover as it was a social agreement and the parties did not intend to create any legal relation. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നു, അത് ഒരു ഹസ്ബൻഡ് വൈഫുമായിട്ട് എഗ്രി ചെയ്തിരിക്കുകയാണ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഒരു സർട്ടനായിട്ടുള്ള എമൗണ്ട് അയച്ചു തരാമെന്ന്. കാരണം ഹസ്ബൻഡ് അബ്രോഡാണ്, അപ്പോൾ വൈഫിന് ഇത്രയും ഒരു എമൗണ്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ആ ഒരു പ്രോമിസ്ഡ് എമൗണ്ട് പേ ചെയ്യാനായിട്ട് ഫെയിലായിപ്പോയി. അപ്പോൾ വൈഫ് എന്ത് ചെയ്തു? എമൗണ്ട് വൈഫിന് കിട്ടിയിട്ടില്ല. അപ്പോൾ എമൗണ്ട് വൈഫിനെ റിക്കവർ ചെയ്ത് അത് കിട്ടാൻ വേണ്ടിയിട്ട് വൈഫ് സ്യൂ ചെയ്തു, ഹസ്ബൻഡിനെതിരെ സ്യൂ ചെയ്തു. ആ ഒരു കേസിൽ വൈഫിന് ഈ ഒരു പറഞ്ഞ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല, വൈഫിന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതൊരു സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്. പാർട്ടീസ് അവിടെ ഒരു ലീഗൽ റിലേഷൻ എന്ത് ചെയ്തിട്ടില്ല, ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറൂ. അല്ലാത്ത കേസ് വരികയാണെങ്കിൽ അതൊരു സോഷ്യൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അറേഞ്ച്മെൻറ്റ്. ഇപ്പം വൈഫ് അങ്ങനെ പറഞ്ഞു, അതൊരു എന്താണ് സോഷ്യൽ എഗ്രിമെൻറ്റ് മാത്രമേ ആകുന്നുള്ളൂ, അല്ലാതെ ലീഗൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു കോൺട്രാക്റ്റ് അല്ല. അതുകൊണ്ട് സ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, താങ്ക് യു.